നമുക്കൊപ്പം ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിബിൻ, എന്തുകൊണ്ട് സ്വന്തം പേരിൽ സിം എടുത്തില്ല? ആ സിമ്മാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായത്. ബാലമുരുകൻ തന്നെയാണോ ഡി-മണി? അങ്ങനെ കുറേ സംശയങ്ങളും അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു. പിന്നീട് അതിനൊരു ക്ലാരിറ്റി വന്നു. അപ്പോൾ എന്തുകൊണ്ട് സ്വന്തം പേരിൽ സിം എടുത്തില്ല? എന്തുകൊണ്ട് ബാലമുരുകന്റെ പേരിലുള്ള സിമ്മാണ് ഉപയോഗിക്കുന്നത്? ആ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി ലഭിക്കേണ്ടതുണ്ട്. ഇന്ന് ആ ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടിയില്ലെങ്കിൽ അറസ്റ്റിന് സാധ്യതയുണ്ടോ? ആര്യ തന്നെയാണ്. കാരണം ഇന്ന് 10 മണിയോട് കൂടിയാണ് മണിയോടും ബാലമുരുകനോടും ഇഞ്ചക്കല്ലി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകാൻ വേണ്ടി പറഞ്ഞിരുന്നത്. കൃത്യം 10:15 കൂടി തന്നെ ആദ്യം ബാലമുരുകനും ഭാര്യയുമാണ് ഈ ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിൽ ഹാജരായത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ആദ്യം ഈ വാഹനത്തിൽ കാറിലെത്തിയത് ബാലമുരുകനും ഭാര്യയും കുറച്ച് ബന്ധുക്കളുമാണ്. തൊട്ട് പിന്നാലെ തന്നെ ഡി-മണി അഭിഭാഷകരോടൊപ്പമാണ് ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിൽ ഈ സമൻസ് കിട്ടിയ പ്രകാരം ഹാജരാകുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിന്റെ തലവൻ SP ശശിധരന്റെ നേതൃത്വത്തിൽ ഡി-മണിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാലമുരുകൻ ഈ ഓഫീസിന്റെ അകത്ത് തന്നെ ഇപ്പോഴും തുടരുകയാണ്. ബാലമുരുകനോടൊപ്പം എത്തിയ ഭാര്യയും മറ്റു ബന്ധുക്കളും അവരും ഓഫീസിൽ തുടരുന്നുണ്ട്. ഇന്ന് ആര്യ പറഞ്ഞതുപോലെ തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ഒരു ദിവസമാണ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്ന് സ്വർണം കടത്തിക്കൊണ്ടുപോയെന്നും അതിനുവേണ്ട ഒത്താശ ചെയ്തത് പത്മകുമാറാണെന്നും വാസവ് അടങ്ങുന്ന അന്നത്തെ കൂടമാണ് എന്നുള്ള കാര്യമൊക്കെയാണ് തെളിഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയ സ്വർണം പിന്നീട് എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത് എന്നുള്ള കാര്യം ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. സ്മാർട്ട് ക്രിയേഷൻസിന്റെ ചെന്നൈയിലെ എത്തിച്ച് ഈ സ്വർണം വേർതിരിച്ചെടുത്തു, പിന്നീട് ബെല്ലാരിയിൽ എത്തിച്ചു എന്നുള്ള കാര്യമൊക്കെ മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. പിന്നീട് ഈ സ്വർണം ഇപ്പോൾ എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. ആ ഒരു സന്ദർഭത്തിലാണ് രമേശ് ചെന്നിത്തലയുടെ സുഹൃത്തായ വ്യവസായി ഇത്തരത്തിൽ തനിക്കറിയാമെന്നുള്ള ഒരാൾക്ക് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്നുള്ള വിവരം പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകുകയും ചെയ്തത്. അവിടെയാണ് ഈ ഡി-മണി എന്നുള്ള ഒരു പേര് പറയുകയും ചെയ്തത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ബെല്ലാരിലെത്തി ഈ ഡി-മണിയെ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ അയാൾ ഇപ്പോഴും പറയുന്ന തന്റെ പേര് ഡി-മണി എന്നല്ല, MS ബാലസുബ്രഹ്മണ്യൻ തന്നെയാണ്. ഡി-മണി താനല്ല, തനിക്ക് സ്വർണ്ണക്കടത്തുമായി ബന്ധമില്ല എന്നുള്ളൊരു മൊഴിയിൽ തന്നെയാണ് ഇപ്പോഴും ഈ മണി ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും നിർണായകമായ ഒരു ദിവസമാണ്. കാരണം അയാൾ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിൽ എത്തിയിരിക്കുകയാണ്. അന്വേഷണ സംഘ തലവന്റെ നേതൃത്വത്തിൽ തന്നെ വിശദമായ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ അനന്തകൃഷ്ണൻ പറഞ്ഞതുപോലെ ഇന്ന് ഈ ഡി-മണി ഈ MS സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ആൾ തന്നെയാണ് ഡി-മണി. അതായത് രമേശ് ചെന്നിത്തലയുടെ സുഹൃത്തായ വ്യവസായി നൽകിയ മൊഴിയിൽ അനുസരിച്ചുള്ള ഡി-മണി ഇയാൾ തന്നെയാണെന്ന് തെളിയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ അറസ്റ്റ് ഇന്ന് തന്നെ ഉണ്ടാകുമെന്നും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും വിശദമായ ഒരു ചോദ്യം ചെയ്യൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ ഇഞ്ചക്കല്ലി ഓഫീസിൽ തുടരുകയാണ്. ആര്യ, അനന്തൻ, ഈ നേരത്തെ പറഞ്ഞതുപോലെ രമേശ് ചെന്നിത്തലയുടെ ഒരു നിർണായകമായ ഒരു സ്റ്റാൻഡ് എത്തി നിൽക്കുന്ന സമയത്താണ് രമേശ് ചെന്നിത്തല ഈ പുതിയ വിവരങ്ങളൊക്കെ അന്വേഷണ സംഘത്തിന് കൈമാറുന്ന മൊഴിയായി. പിന്നീട് ആ വ്യവസായി മൊഴി നൽകുന്നു. അവിടെ നിന്നാണ് തമിഴ്നാട്ടിലേക്കും ഡിണ്ടിഗലിലേക്കും ഒക്കെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി പ്രത്യേക അന്വേഷണ സംഘം പോകുന്നത്. പക്ഷെ അപ്പോഴും അല്ലാതെ ഇന്നലത്തെ അറസ്റ്റോടുകൂടി 10 പേർ ഇപ്പോൾ പ്രതിപട്ടികയിൽ എത്തി നിൽക്കുന്നുണ്ട്. ആ 10 പേരിൽ നിന്ന് ഇനി കൂടുതൽ വിവരങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. കാരണം ഇന്ന് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കേണ്ട ദിവസം കൂടിയാണ് കോടതിയിൽ. കാരണം കഴിഞ്ഞ തവണ കോടതി ഉപയോഗിച്ച വാക്കുകളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അനന്തൻ, ആര്യ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ അന്വേഷണം നിർണായകമായ ഘട്ടത്തിലാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം അതിലെ പ്രധാനപ്പെട്ട ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നവരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും അഴിക്കുള്ളിലാക്കുകയും ചെയ്തു. പക്ഷേ ഈ സ്വർണ്ണപ്പാളികൾ എങ്ങോട്ട് കൊണ്ടുപോയി എന്നുള്ളിടത്താണ് അന്വേഷണം തടഞ്ഞു നിൽക്കുന്നത്. അത് സംബന്ധിച്ച് മറുപടി നൽകേണ്ട പ്രധാനപ്പെട്ട പ്രതികളെന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും ഒപ്പം തന്നെ ഗോവർദ്ധനുമാണ്. ഈ 3 പേർക്കും കാര്യങ്ങൾ അറിയാം. പക്ഷേ ഈ 3 പേരും മറ്റൊരു മൊഴിയാണ് അന്വേഷണ സംഘത്തിന് നൽകുന്നത്. അത് അവർ പഠിച്ചുകൊണ്ട് വന്ന, അവർക്ക് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു മൊഴിയാണ്. അതിനപ്പുറത്തേക്ക് അതിനെ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള എവിഡൻസുകൾ കിട്ടുന്നതിനുള്ള ബുദ്ധിമുട്ടും SITക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ വ്യവസായിയും ഒരു പുതിയ വിവരം കൈമാറുന്നത്. അപ്പോൾ ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തി ഡിണ്ടിഗലിലേക്ക് എത്തുന്നത്. മടങ്ങി വരാം.